പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനചിന്തകൾ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സി കെ ടൈറ്റസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇടവക മിഷനായി വീണ്ടും ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം ത്രിയേക ദൈവം നൽകി തന്ന ഈ വലിയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒന്നാം പാഠമായി വായിച്ചു കേട്ട വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒന്നാം പാഠമായി നമ്മൾ വായിച്ചു കേട്ടത്. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Proverbs chapter 8 verses 1 through 12. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിൽക്കളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മ ബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ. മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവീൻ. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എൻ്റെ വാ സത്യം സംസാരിക്കും. ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ട് പിടിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം നീ അവിടുന്ന് ഒരുക്കി തരുന്ന ഓരോ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വീണ്ടും നിന്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കുവാൻ തക്കോണം നീ ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയേറെ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം നിന്റേതാകുന്നു. ശരിയായ രീതിയിൽ മനസ്സിലാകുവാൻ തക്കോണം പ്രിയ കർത്താവെ, നീ ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപ അനുഭവിപ്പാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് പ്രിയ കർത്താവെ, അടിയനോട് കൂടെ ഉണ്ടായിരിക്കണമേ. നൽകി തരുന്നതായിട്ടുള്ള ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം നീ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടയാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ ഒരു ബാങ്കിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഏറെ നാളുകൾ ഈ ശുശ്രൂഷയൊക്കെയും ചെയ്തു കഴിഞ്ഞ് റിട്ടയറായി തിരിച്ച് പോകുകയായിരുന്നു. റിട്ടയറായി പോകുന്നതായിട്ടുള്ള സമയത്ത് അടുത്തതായിട്ട് ഈ ഒരു സ്ഥാനം ഏൽക്കുന്നതായിട്ടുള്ള ആള് ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, പ്രത്യേകിച്ച് ജോലി രംഗങ്ങളിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോകുന്നതായിട്ടുള്ള സമയത്ത് ഈ സക്സസിൻ്റെതായിട്ടുള്ള എന്തായിരുന്നു കാരണം എന്ന് താങ്കൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഈ പ്രായമായ റിട്ടയർ ആകാൻ പോകുന്നതായിട്ടുള്ള ഈ ആള് ഒന്ന് ഈ യുവാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യങ് മാൻ, ഐ ക്യാൻ സം ഇറ്റ് ബട്ട് ഇൻ 2 words. 2 വാക്കുകളിൽ എനിക്കത് നിനക്ക് പറയാനായിട്ട് സാധ്യമായി തീരും. എൻ്റെ സക്സസിന്റെ കാരണമായിരുന്നു വൈസ് ഡിസിഷൻസ്. ശരിയായിട്ടുള്ള ജ്ഞാനാർത്ഥമായിട്ടുള്ള ഡിസിഷൻസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, വളരെ നല്ലത്, താങ്ക് യു ഈ ഒരു അഡ്വൈസ് എനിക്ക് നൽകിയതിൽ. എന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചോദ്യം, എങ്ങനെയാണ് എടുക്കുന്ന ഡിസിഷൻസ് വൈസ് ആകുന്നത് എന്ന് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരുന്നത്? അപ്പോൾ ആ സമയത്ത് ഈ പ്രായമായ ആള് പറഞ്ഞു, അതിന് ഞാൻ ഒറ്റ വാക്ക് ഉത്തരം നൽകുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. അനുഭവങ്ങൾ നിന്നെ പഠിപ്പിക്കും ശരിയായ ഡിസിഷൻസ്, ജ്ഞാനമുള്ള അല്ലെങ്കിൽ വൈസായിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന്. അപ്പോൾ വീണ്ടും ഈ യുവാവ് ചോദിച്ചതായിട്ടുള്ള ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടും? ഹൗ വിൽ വൺ ഗെറ്റ് എക്സ്പീരിയൻസ്? അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ തിരിച്ചു പറഞ്ഞ മറുപടി അതിന് 2 വാക്ക് മാത്രം, അൺവൈസ് ഡിസിഷൻസ്.
ശരിയല്ലാത്തതായിട്ടുള്ള ചില തീരുമാനങ്ങൾ. ഈ കഴിഞ്ഞ ഞായറാഴ്ച വിദ്യാഭ്യാസ ദിനമായിട്ട് സഭയായിട്ട് നമുക്ക് കൊണ്ടാടുവാനായിട്ട് ഇടയായി തീർന്നു. എഡ്യൂക്കേഷൻ ഫോർ ലിബറേഷൻ, വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം. എന്നാൽ അവിടെ ഇന്ന് ഈ വായിച്ച വേദഭാഗത്ത് വിസ്ഡത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ധ്യാനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദ നേച്ചർ ഓഫ് വിസ്ഡം ഫോർ എ നർച്ചേർഡ് ലൈഫ്. എന്താണ് ഈ ജ്ഞാനത്തിന്റെ ഒരു നേച്ചർ? അത് ഈ വേദഭാഗം വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നതായിട്ടുള്ള ചൈനീസ് ഫിലോസഫർ, അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ബൈ 3 മെത്തേഡ്സ് വി മേ ലേൺ വിസ്ഡം. ഒരാൾക്ക് ജ്ഞാനം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 3 വഴികളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നു റിഫ്ലക്ഷൻ, വിച്ച് ഇസ് നോബ്ലസ്റ്റ്. സെക്കൻഡ്, ബൈ ഇമിറ്റേഷൻ, വിച്ച് ഇസ് ഈസിയസ്റ്റ്. ആൻഡ് തേർഡ്, ബൈ എക്സ്പീരിയൻസ്, വിച്ച് ഇസ് ദ ബിറ്ററസ്റ്റ്. അദ്ദേഹം പറയുന്നു ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് അത് ധ്യാനത്തിന്റെ ഒരു മെത്തേഡാണ്, മനനത്തിന്റെ ഒരു മെത്തേഡാണ്. അതാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠവും. ഈ പറയുന്നതായിട്ടുള്ള മെത്തേഡ്, ജ്ഞാനം ആർജിക്കാൻ വേണ്ടിയിട്ട് മനനം ചെയ്യുക, ധ്യാനിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഉത്തമം. എന്നാൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് അത് ഇമിറ്റേഷൻ ആണ്, അനുകരണമാണ്. അത് ഏറ്റവും സിമ്പിൾ ആണ്, അത് ഏറ്റവും ഈസിയാണ്. എന്നാൽ ഏറ്റവും ലാസ്റ്റ് ഈ പറയുന്നതായിട്ടുള്ള വിസ്ഡം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് അനുഭവങ്ങളാണ്. എന്നാൽ അതാണ് ഏറ്റവും കൈപ്പേറിയതും അതാണ് ഏറ്റവും വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവം. ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, വിസ്ഡത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ്, വിസ്ഡം എന്ന് പറയുന്ന ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു തിങ് ആണ്. ആരാണ് വൈസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ വൈസ് ആയി തീരുന്നത്? വാട്ട് മേക്സ് എ പേഴ്സൺ വൈസ്? ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില പൊളിറ്റീഷ്യൻസ് വൈസ് ആകുന്നു എന്ന് പറയും, ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ഇവാഞ്ചലിസ്റ്റ് വൈസ് ആകുന്നു എന്ന് പറയുന്നു, ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സഭാപിതാക്കന്മാർ വൈസ് ആയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ നമ്മൾ വൈസ് ആകുന്നു, ഈ ആളുകൾ വൈസ് ആകുന്നു എന്നൊക്കെയും പറയുമ്പോൾ അതിനെല്ലാം നമ്മുടെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. എങ്ങനെയാണ് ഇവർക്ക് എല്ലാവർക്കും വൈസ് ആകാൻ പറ്റുന്നത്? ഇവരെല്ലാവരുടെ വൈസ് ആകുകയാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ അത് വ്യത്യസ്തമാകുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് ശരിക്കും ഈ ജ്ഞാനം, ശരിക്കും ഈ വിസ്ഡം? എന്നാൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ഈ ഒരു അനുഭവത്തിൽ 2 തരത്തിന്റെ ഒരു ജ്ഞാനത്തെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരും. ഒന്ന് ലൗകികമായിട്ടുള്ള ഒരു ജ്ഞാനം, 2 ഗോഡ്ലി ആയിട്ടുള്ള ഒരു ജ്ഞാനം. ഈ 2 തലങ്ങളും എപ്പോഴും നിരന്തരം ഇങ്ങനെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ വേൾഡ്ലി വിസ്ഡം ആസ് വെൽ ആസ് ദ ഗോഡ്ലി വിസ്ഡം. ചിലപ്പോഴൊക്കെയും ഇത് രണ്ടിന്റെയും ഒരു ഡിമാർക്കേഷൻ, അല്ലെങ്കിൽ ഇത് രണ്ടിനെയും ഒരു ഡിസ്റ്റിങ്ഷൻ വളരെ തിൻ ലൈൻ ആണ്. നമുക്ക് മനസ്സിൽ പോലും ആകത്തില്ല ഇതിൽ ഏതാണ് വേൾഡ്ലി, ഇതിൽ ഏതാണ് ഗോഡ്ലി എന്ന് ചിലപ്പോൾ മനസ്സിൽ പോലും ആകാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ദൈവികമാണ് എന്ന് കരുതി ചെയ്യുന്നതായിട്ടുള്ള പലതും ഇന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുമ്പോൾ, ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരും അത് ദൈവികമല്ലായിരുന്നു, അത് വേൾഡ്ലി ആയിരുന്നു എന്ന് നമുക്ക് കാണാനും മനസ്സിലാകുവാനും തക്കോണം നമുക്ക് സാധ്യമായി തീരും. അപ്പോൾ എപ്പോഴും ഈ ഒരു യുദ്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളും ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ഓരോ ഡിസിഷൻസിലും, നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളിലും അത് വേൾഡ്ലി വിസ്ഡം നിറഞ്ഞ ഒരു ഡിസിഷൻ ആയിരുന്നോ അതോ ഗോഡ്ലി വിസ്ഡം നിറഞ്ഞ ഒരു ഡിസിഷൻ ആയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും എപ്പോഴും നിരന്തരം ഉണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത്തരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും, നമ്മൾ എല്ലാവരും. എന്നാൽ ഈ ജ്ഞാനം നേടിയെടുക്കാൻ അങ്ങനെ ഒറ്റ ഒരു സൊല്യൂഷൻ ഇല്ല. വേദപുസ്തകത്തിൽ ഇന്ന പേജിൽ ഇത്രാമത്തെ അധ്യായത്തിന്റെ ഇത്രാമത്തെ വാക്യത്തിന്റെ ആ ഒരു ഭാഗം എടുത്ത് നമുക്കതായി തീരാൻ പറ്റും എന്ന് നമുക്ക് സാധ്യമായി തീരത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ ഈസി ആൻസർ. ജ്ഞാനത്തെക്കുറിച്ചും ഇവിടെ പറയുമ്പോൾ വ്യത്യസ്തമായ തലങ്ങളാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നത്. എന്നാൽ ഈ 8ാമത്തെ അധ്യായം ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. വിസ്ഡവും ലൈഫും വളരെ യോജിച്ചിരിക്കുകയാണ്. വിസ്ഡം ആൻഡ് ലൈഫ് ഇത് രണ്ടും വളരെയധികം ഇന്റഗ്രേറ്റഡ് ആണ്, വളരെയധികം യോജിച്ചു പോവുകയാണ്. ഇത് ഈ ജ്ഞാനമുള്ളവന് മാത്രമേ ശരിയായിട്ടുള്ള ഒരു ജീവിതമുള്ളൂ, ജ്ഞാനമുള്ളവന് മാത്രമേ ശരിയായിട്ടുള്ള ഒരു ലൈഫ് ഉള്ളൂ.
8-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം 35-ാമത്തെ ആ ഒരു വാക്യം നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ പറയുന്നുണ്ട്, എന്നെ അന്വേഷിക്കുന്നു, വിസ്ഡം അന്വേഷിക്കുന്നതായിട്ടുള്ള ആളിന് ജീവനുണ്ട്, ജീവൻ അന്വേഷിക്കാൻ അല്ലെ ജീവൻ ലഭിക്കുവാൻ തക്കോണം ഇടയായി തീരും. അപ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട് വിസ്ഡത്തിന്. അത് എൻ്റെ ലൈഫ് ബെസ്റ്റായി തീരണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തീരണമെന്നുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എൻ്റെ ലൈഫ് പോകണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ജ്ഞാനം ഞാൻ നേടിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തെ അത്തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമായി തീരും. സദൃശ്യവാക്യങ്ങളെ ഒരു ചെറിയ ഓവർവ്യൂ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇതൊരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ല, എന്നാൽ നമ്മുടെ മനസ്സിലാക്കലിന് വേണ്ടിയിട്ട് മാത്രം ഈ സദൃശ്യവാക്യങ്ങളുടെ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ചെറിയ ഓവർവ്യൂ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിന്റെ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, ആ ഭാഗത്തിന്റെ അകത്താണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗവും വരുന്നത്. അവിടെ പറയുന്നത് ഇറ്റ് ഈസ് കോൾ ടു ഫൈൻഡ് വിസ്ഡം. ആ ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു അപ്പൻ തൻ്റെ മോനോട് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പൻ അമ്മമാരോട്, മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം ഒരു മകൻ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം അവന്റെ സ്വഭാവം ആയിരിക്കേണ്ടത് എന്നൊക്കെയും അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. പാപത്തിൽ നിന്ന് എങ്ങനെ ഒരു കുഞ്ഞ് ദൂരെ മാറി നിൽക്കണം, ഒരു ദൈവികമായ ജീവിതം എങ്ങനെ നയിക്കണം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ നയിക്കണം എന്നൊക്കെയും ഈ പറയുന്നതായിട്ടുള്ള അധ്യായങ്ങൾക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവിടെയാണ് അവസാനത്തെ അധ്യായങ്ങൾ 8ഉം 9ഉം ഈ അധ്യായങ്ങൾ വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ഈ പറയുന്നതായിട്ടുള്ള വിസ്ഡം എന്താ പറയുന്നത്, ഒരു ലേഡി ആയിട്ട്, ഒരു ലിവിങ് ബീയിങ് ആയിട്ടാണ് ഇവിടെ വിസ്ഡം സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതുണ്ട്. എന്നാൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇറ്റ് ഈസ് എ കോൾ ടു ഫൈൻഡ് വിസ്ഡം. എന്നാൽ 10 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വിസ്ഡം. ഈ 10 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല നല്ല 1 ലൈൻ 2 ലൈൻ ആയിട്ടുള്ള സെയിങ്സ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. പ്രോവേർബ്സ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അതിൻ്റെ അകത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ജോലിയെക്കുറിച്ച് പറയുന്നുണ്ട്, സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വാർദ്ധക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പണത്തെക്കുറിച്ച് പറയുന്നു, ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നു, ജസ്റ്റിസ്, പോവർട്ടി, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഈ വിസ്ഡവുമായിട്ട് ബന്ധപ്പെടുത്തി ആ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധ്യമായി തീരും. അവിടെയെല്ലാം നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ പറയുന്നതായിട്ടുള്ള പ്രോവേർബ്സ് ഈ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ആ പറയുന്നതായിട്ടുള്ള ആ ടോപ്പിക്കിനോട് ചേർന്ന് തന്നെ ഫുളിഷ്നെസ്സും ഈ പറയുന്നതായിട്ടുള്ള വിസ്ഡവും തമ്മിൽ ഒരു കോൺട്രാസ്റ്റും അവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവസാനത്തെ 2 അധ്യായങ്ങൾ 30ഉം 31ഉം അധ്യായങ്ങൾ 1 മുതൽ 9 വരെ കോൾ ടു ഫൈൻഡ് വിസ്ഡം ആണെങ്കിൽ, 10 മുതൽ 29 വരെയുള്ളത് ഡിസ്ക്രിപ്ഷൻ ഓഫ് വിസ്ഡം ആണെങ്കിൽ, 30ഉം 31ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അത് ഇലസ്ട്രേഷൻ ഓഫ് ലൈഫ് ആണ്. അതായത് ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അനുസരിച്ച്, ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കേട്ട് ഒരു പക്ഷെങ്കിൽ അത്തരത്തിലെ 2 എക്സാമ്പിൾസ് അവസാനം നമുക്ക് നൽകുകയാണ്. ഇറ്റ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ എന്ന് ഈ പുസ്തകം അവസാനം വരുന്നതായിട്ടുള്ള സമയത്ത് അത് നമ്മളെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ദാറ്റ് ദിസ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ. അങ്ങനെ 2 കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. 29ാമത്തെ അധ്യായത്തിൽ നമുക്ക് അഗൂറിനെ കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ആ അഗൂറിൻ്റെതായിട്ടുള്ള പ്രോവേർബ്സ് നമുക്ക് 30ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റുന്നു. 31ാമത്തെ അധ്യായത്തിൽ ലെമുവേൽ രാജാവിനെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. തൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചെടുത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ 31ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. അവിടെ ഒരു നോബിൾ വുമൻ, ഒരു ശ്രേഷ്ഠ സ്ത്രീ എങ്ങനെ ആയിരിക്കണം, തൻ്റെ അമ്മയിൽ നിന്ന് കണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് ദർശിക്കുവാനും കാണാനായിട്ടും സാധ്യമായി തീരും. അപ്പോൾ ഇതാണ് ഈ സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധ്യമായി തീരുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥമായിട്ട് വിസ്ഡം? വാട്ട് ഈസ് എക്സാക്ട്ലി വിസ്ഡം? എന്താണ് വിസ്ഡം എന്ന് ചോദിച്ചാൽ ഡിക്ഷണറി നമ്മളൊന്ന് നോക്കുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ട്രൂ, റൈറ്റ് ഓർ ലാസ്റ്റിംഗ്. ശരിയായുള്ളത്, റൈറ്റ് ആയിട്ടുള്ളത്, എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഒന്നാകുന്നു ജ്ഞാനം എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഒറിജിനൽ ലാംഗ്വേജിൽ വേദപുസ്തകത്തിൽ വിസ്ഡം എന്ന് പറയുന്നത് ഒരു സ്കില്ലായിട്ടാണ് മനസ്സിലാക്കിയത്, നൈപുണ്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കിയത്. ക്രാഫ്റ്റ്സ്മെൻ, ജോലി ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കടലിൽ പോകുന്നതായിട്ടുള്ള മറൈനേഴ്സ്, അവർക്കൊക്കെയും ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ they were thought as wise or skilled in their abilities. അതായിരുന്നു ഈ വേദപുസ്തകപരമായിട്ട് ഈ പറയുന്നതായിട്ടുള്ള വാക്കിന് കൊടുത്തതായിട്ടുള്ള അർത്ഥം.
എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതായിട്ടുള്ള വിസ്ഡം ഒരു വേറെ തലം എടുക്കുകയാണ്. ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയുടെ ഒരു പെർസോണിഫിക്കേഷൻ ആണ്. ഇവിടെയും ഈ 8-ാമത്തെ അധ്യായം തുടങ്ങുന്നതായിട്ടുള്ള സമയത്തും അവിടെയും ഒരു വിളിയാണ്. ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ജ്ഞാനത്തിന്റെ വിളി എന്ന് പറയുമ്പോൾ അത് ഒരു ദൈവത്തിന്റെ ഒരു വിളിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. ഡസ് നോട്ട് വിസ്ഡം കോൾ, ജ്ഞാനമായവൾ വിളിച്ച് പറയുന്നില്ലയോ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം എന്ന് പറയുന്നത് അവരെപ്പോഴും ദൈവത്തിന്റെ വിളിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു വാക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് വിസ്ഡം? അങ്ങനെയെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് നോളജ് ആണ്, അത് അറിവാണ്. കപ്പിൾഡ് വിത്ത് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവോടുകൂടെ ചേർന്ന് ആൻഡ് അപ്ലൈഡ് വിത്ത് പ്രൂഡൻസ്. പ്രൂഡൻസ് എന്ന് പറയുന്നതായിട്ടുള്ള സമയം വിവേകം. അപ്പം അറിവുണ്ട്, തിരിച്ചറിവുണ്ട്, വിവേകത്തോടുകൂടെ. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നതായിട്ടുള്ള ഉദ്ദേശങ്ങൾ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതായിട്ടുള്ള ആ മഹത്വകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം. ഈ വേദഭാഗത്ത് വിസ്ഡം എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് എന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാനമായവൾ, ലേഡിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിത്രീകരണം ഇവിടെ സാധ്യമായി തീർന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്ന് ചിത്രീകരിച്ചത്? ഈ സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം, ഇവിടെ എല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ഒരു തലത്തിൽ നമുക്ക് ഈ ജ്ഞാനം എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിനെ കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ഇത് ഒരു ലിറ്റററി ഒരു എന്താ പറയുന്നത് ഒരു എഴുത്തിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ച ഒരു വസ്തു അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെയോ, അതായത് ഈ വിസ്ഡം എന്ന് പറയുന്നത് ഒരു ഡെഡ് ലെറ്റർ അല്ല, അതൊരു അബ്സ്ട്രാക്റ്റോ വേഗായിട്ടുള്ള ഒരു ഐഡിയ അല്ല, ഒരു പലതും ചെയ്യണം ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അല്ല. അതിനേക്കാളൊക്കെയും ഉപരി ഇതൊരു ഒരു ക്ഷണമാണ്. എന്തിലേക്കുള്ള ഒരു ക്ഷണമാണ്? ഒരു ബന്ധത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കുള്ള ഒരു ക്ഷണം. ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ഇമാജിൻ ചെയ്യുന്നത് പോലെ അത്തരത്തിൽ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇൻവിറ്റേഷൻ ആണ് ഈ പറയുന്നതായിട്ടുള്ള വാക്കിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ഭാഗത്തെ ആസ്പദമാക്കി 4 ചെറിയ ചിന്തകൾ വേഗത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ നേച്ചർ ഓഫ് വിസ്ഡം ഫോർ എ നർച്ചേർഡ് ലൈഫ്. ഈ പറയുന്ന ജ്ഞാനത്തിന്റെ ഒരു സ്വഭാവം ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 4 ചെറിയ ചിന്തകൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ്. ഒന്ന്, നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത് ദ പബ്ലിക് നേച്ചർ ഓഫ് വിസ്ഡം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ്? ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് അവൈലബിൾ ടു വൺ ആൻഡ് ഓൾ. ഇറ്റ് ഈസ് അവൈലബിൾ ടു ബിഗ് ആൻഡ് സ്മോൾ. ഇറ്റ് ഈസ് അവൈലബിൾ ടു റിച്ച് ആൻഡ് പുവർ. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഹൂസ് ലിവിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും ലഭ്യമായി തീരുന്ന ഒന്നാകുന്നു ഈ പറയുന്നതായിട്ടുള്ള വിസ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അങ്ങനെയാണല്ലോ. ബിസൈഡ് ദ ഗേറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടൗൺ, അറ്റ് ദി എൻട്രൻസ് ഓഫ് പോർട്ടൽസ്, പടിവാതിൽക്കളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുര ദ്വാരത്തിങ്കിലും. ഈ പറയുന്ന വാക്കുകളെല്ലാം എല്ലാവരെയും ഉൾപ്പെടുന്ന ഈ ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സെക്റ്റിന് വേണ്ടിയിട്ടോ ഒരു ചെറിയ കൂട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഈ ക്ഷണം ഓപ്പൺ ആണ്. എന്നാൽ അവിടെയാണ് പ്രശ്നം. ഈ കോൾ വളരെ ലൗഡുമാണ്, ഉച്ചത്തിലാണ് ഈ ജ്ഞാനം സംസാരിക്കുന്നത്, ഉച്ചത്തിലാണ് ജ്ഞാനം ഈ പറയുന്നതായിട്ടുള്ള ലോകത്തിൽ ഇടപെടുന്നത്. പക്ഷെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളതാണോ ഈ ജ്ഞാനത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്? ഇന്ന് നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളതാണോ അല്ലയോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ശലോമോൻ രാജാവ് ആ ഒരു അനുഭവം നമുക്കറിയാം. എന്ത് വേണം എന്ന് ചോദിച്ചതായിട്ടുള്ള സമയത്ത്, ഞാൻ ശിശുവാണ്, ഞാൻ ബാലനാണ്, അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തെ ഭരിക്കുവാൻ തക്കോണം എനിക്ക് അത്രത്തോളം അറിയത്തില്ല, എനിക്ക് ജ്ഞാനം മാത്രം നൽകിയാൽ മതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലും സമയത്തിലും ദൈവം ജ്ഞാനം നൽകി കൊടുക്കുകയും അത് ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ സൗഭാഗ്യങ്ങളും നൽകി കൊടുക്കുന്ന അനുഭവങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധ്യമായി തീരുന്നു. എന്നാൽ ഈ കാര്യം ഒന്ന് ചോദിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ശലോമോൻ രാജാവ് മാത്രമല്ല, എല്ലാ രാജാക്കന്മാർക്കും ചോദിക്കാവുന്നതായിരുന്നു. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എല്ലാ രാജാക്കന്മാർക്കും കിട്ടുമായിരുന്നു. പക്ഷെങ്കിൽ വാട്ട് ഈസ് ദ പ്രയോറിറ്റി? എന്താണ് എന്റെ പ്രയോറിറ്റി എന്ന് വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ്
ഈ പറയുന്നതായിട്ടുള്ള ജ്ഞാനത്തിന്റെ ക്ഷണം എന്നെ വിളിക്കുന്നുണ്ട്. ഈ ജ്ഞാനം ഓരോ നിമിഷം എനിക്ക് നൽകി തരുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തയ്യാറാണോ അല്ലയോ? എല്ലാവർക്കും ഇതുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണ് ഈ പറയുന്നതായിട്ടുള്ള സ്വരം നൽകിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ചിലര് മാത്രം അതിന് കാതു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ കർത്താവും പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവരോടുമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇത് കേട്ടും ഇരിക്കുന്നു. പക്ഷേ കേൾവി ഗ്രഹിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ചോദ്യം. അപ്പോൾ ദ പബ്ലിക് നേച്ചർ ഓഫ് വിസ്ഡം. 2, ദ പേഴ്സണൽ നേച്ചർ ഓഫ് വിസ്ഡം. ഇവിടെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നു, പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ, മൂഢന്മാരെ വിവേക ഹൃദയന്മാർ ആകുവീൻ. ഇപ്പൊ 2 തരത്തിലെ ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ സെൽഫിനെയാണ് ഈ 2 തരങ്ങൾ പറയുന്നത്. ഈ 2 ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 തരത്തിലെ ആളുകൾ. ഒന്ന് പറയുന്നത് സിമ്പിൾ, രണ്ടാമത്തേത് ഫൂളിഷ്. ഈ 2 തരത്തിലെ ആളുകളെ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്പബുദ്ധികളും 2 മൂഢന്മാരും. നമ്മുടെയൊക്കെയും ഒരു ജീവിതവും നമ്മുടെയൊക്കെ ഒരു പെരുമാറ്റവും നമ്മുടെയൊക്കെ ഒരു രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെയും എല്ലാം തികഞ്ഞവരും എല്ലാം അറിയുന്നവരും എല്ലാം പഠിച്ചെടുത്തവരും എല്ലാം മനസ്സിലാക്കിയെടുത്തവരുമാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് ചിലപ്പോഴൊക്കെയും നമ്മുടെ നടപ്പും നമ്മുടെ ഭാവവും നമ്മുടെ ഇരിപ്പും എല്ലാം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് എല്ലാം മനസ്സിലാക്കുവാനോ എല്ലാം ഗ്രഹിച്ചെടുക്കുവാൻ സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് ഹീസ് ഓൾവേസ് അല്പബുദ്ധിയാണ്, മൊത്തം ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. 2 അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം മൂഢന്മാരാണ്. ഈ 2 വാക്കിന്റെ അർത്ഥം വളരെ ശ്രദ്ധേയമാണ്. സിമ്പിൾ എന്ന് പറയുന്ന, അല്പബുദ്ധി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദോസ് ഹു നീഡ് ടു ലേൺ, അതായത് ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, എല്ലാം പഠിച്ചു തീർന്നിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ വാക്ക് അത് ശ്രദ്ധേയമാണ്, ഫൂളിഷ്. അതെന്താണ്? ഫൂളിഷ് റിഫേഴ്സ് ദോസ് ഹു റിഫ്യൂസ് ടു ലേൺ. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കുറെ ഉണ്ട്, പക്ഷെ ഞാൻ പഠിക്കത്തില്ല, ഞാൻ എല്ലാത്തിലും തികഞ്ഞവനായി കഴിഞ്ഞു, ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾ. ഒരു പക്ഷെങ്കിൽ ഇതിനേക്കാൾ വേറെ ഒരു 3ാമത്തെ തലം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു മനുഷ്യന് എല്ലാം അറിയുവാനോ എല്ലാം മനസ്സിലാക്കാനായിട്ടോ സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് എന്നാൽ ഞാൻ എവിടെയാണ്? ഈ 2 ഇടത്തിൽ ഞാൻ എവിടെയാണ്? ഞാൻ ഈ പറയുന്നതായിട്ടുള്ള അല്പബുദ്ധിയുടെ ആ ഒരു ഗണത്തിലാണോ അതോ മൂഢന്റെ ഗണത്തിലാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിമ്പിൾ വൺസിനോട് പറയുകയാണ് നീ പ്രൂഡൻസ് ലേൺ ചെയ്യുക, ഫൂൾസിനോട് പറയുക നീ അല്പം സെൻസ് ലേൺ ചെയ്യുക. ഇന്ന് ഒരു പക്ഷെങ്കിൽ അത് തന്നെയാണ് നമ്മളോടും സംസാരിക്കുന്നത്. ഇന്ന് ഏത് തലത്തിൽ ഞാൻ നിൽക്കുന്നു? അപ്പോൾ ദ പബ്ലിക് നേച്ചർ ഓഫ് വിസ്ഡം, ദ പേഴ്സണൽ നേച്ചർ ഓഫ് വിസ്ഡം. 3, ദ പർപ്പസ്ഫുൾ നേച്ചർ ഓഫ് വിസ്ഡം. ഈ ഒരു ജ്ഞാനത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ചുമ്മാതെ വിളിച്ച് നമ്മളെ ക്ഷണിച്ച് നമ്മൾ ഇത് നേടിയെടുക്കണം എന്ന് പറയുകയല്ല. എന്നാൽ ഇത് തരുന്നതിൽ കൂടെ, ഇത് നമുക്ക് ലഭിക്കുന്നതിൽ കൂടെ തീർച്ചയായിട്ടും ഒരു വലിയ ഉദ്ദേശം നമുക്ക് കാണുവാനും മനസ്സിലാക്കാനായിട്ടും സാധ്യമായി തീരും. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ സ്പഷ്ടമാണ്. എന്താണ്? 1, ഇറ്റ് ഇൻസ്ട്രക്ട്സ് us ഇൻ ദ റൈറ്റ് പാത്ത്. ശരിയായ ദിശയിൽ അത് നമ്മളെ വഴി നടത്തും. ഈ പറയുന്നതായിട്ടുള്ള ക്ഷണം ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള പാത, ശരിയായ പാതയിൽ കൂടെ എനിക്ക് നടക്കുവാൻ തക്കോണം ശരിയായ ആലോചനകൾ, ശരിയായ നിർദ്ദേശങ്ങൾ ഈ ജ്ഞാനം ഓരോ നിമിഷം എനിക്ക് നൽകി തരും. 2, ഇറ്റ് മേക്സ് അവർ മോട്ടീവ്സ് പ്യുവർ. എൻ്റെ ഉദ്ദേശങ്ങൾ, എൻ്റെ ചിന്തകൾ അത് വളരെ ശുദ്ധമുള്ളത് ആക്കി തീർക്കും എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. ഒരു അൾട്ടീരിയർ മോട്ടീവും ഇല്ല. ഇന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ചിലപ്പോഴൊക്കെയും നമ്മളുടെ ഒരു നന്മയുടെ പുറത്തും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളുടെ അതും നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് എവിടെയൊക്കെയോ ചില അൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ട്. ചില ഉദ്ദേശത്തോടു കൂടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശരിയായ ജ്ഞാനം എനിക്ക് നേടുവാനായിട്ട് സാധ്യമായി തീരുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് ഉളവാക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. എന്താണ്? അത് എൻ്റെ ഉദ്ദേശങ്ങളെ ശുദ്ധമുള്ളതാക്കി തീർക്കുകയാണ്. ഇറ്റ് മേക്സ് മൈ മോട്ടീവ്സ് പ്യുവർ. 3, എൻ്റെ കാഴ്ചപ്പാടുകൾ നേരുള്ളതായി തീരുകയാണ്. ഞാൻ എല്ലാവരെയും ഒരേ രീതിയിൽ നോക്കാനായിട്ട് എനിക്ക് സാധ്യമായി തീരുകയാണ്. നീതി ഉള്ളതായി തീരുകയാണ്. ജസ്റ്റിസ് അവിടെ എപ്പോഴും ഉണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ മുൻപിൽ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളോ, എൻ്റെ മുൻപിൽ വരുന്നതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളോ, അതിനെയൊക്കെയും ഞാൻ നോക്കുമ്പോഴും അതിനെയൊക്കെയും ഞാൻ കാണുമ്പോഴും അത് വളരെ നീതി ബോധത്തോടുകൂടെ കാണുവാൻ തക്കോണം എൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുവാൻ തക്കോണം ഇടയായി തീരുകയാണ്.
അപ്പോൾ എന്താണ് ഈ ജ്ഞാനം നേടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, എന്നെ നേർപാതയിലേക്ക് അതെന്നെ വഴി നടത്തുകയാണ്. എന്റെ ഉദ്ദേശങ്ങൾ ശുദ്ധിയുള്ളതായി തീരുകയാണ്. എന്റെ കാഴ്ചപ്പാടുകൾ നേരുള്ളതായി തീരുകയാണ്. നാലാമതായിട്ട് എനിക്കൊരു ദൈവികമായ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുകയാണ്, ഒരു ഗോഡ്ലി അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ പറയുന്നു, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. ദൈവികമായ ഒരു അനുഭവം, ദൈവികമായ ഒരു മനസ്സിലാക്കൽ എനിക്ക് ലഭിക്കാനായിട്ട് സാധ്യമായി തീരുകയാണ്. എലിസബത്ത് എലിയറ്റ് എഴുതിയ ഒരു നല്ല പുസ്തകമാണ് ലെറ്റ് മീ ബി എ വുമൻ. ഈ പുസ്തകത്തിന്റെ അകത്ത് പല കഥകൾ ഈ എലിസബത്ത് എലിയറ്റ് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു ആളുടെ കഥയാണ് ഗ്ലാഡിസ് ഓൾവേർഡ് എന്ന് പറയുന്ന ആളുടെ കഥ. ആ കഥയ്ക്കകത്ത് ഈ ഗ്ലാഡിസ് ഓൾവേർഡിന് ഒരു വലിയ പ്രയാസം, ഒരു വലിയ പ്രശ്നമുണ്ട്. അവള് ചെറുപ്പനാൾ മുതലേ അവൾക്ക് അതുകൊണ്ട് ഭയങ്കര സങ്കടവും ഭയങ്കര പ്രയാസവുമാണ്. എന്താണ്? 2 കാരണങ്ങളാണ് അവള് സങ്കടപ്പെടാനും പ്രയാസപ്പെടാനായിട്ടുള്ള കാരണം. ഈ ഒന്ന്, അവളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നല്ല ഗോൾഡൻ ഹെയർ ആണ്, മുടിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ഗോൾഡൻ മുടിയാണ്. അവളുടേത് കറുത്ത മുടിയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും ഗോൾഡൻ ആയിരിക്കുമ്പോൾ ഇവളുടേത് കറുത്തതായതുകൊണ്ട് അവൾക്ക് ഭയങ്കര അധികം വിഷമവും പ്രയാസവുമായിരുന്നു. എന്നും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, എന്തിനെങ്ങനെ ഇങ്ങനെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ അവളുടെ ഒരു പ്രയാസവും ദുഃഖവും എന്ന് പറയുന്നത്, അവളുടെ മറ്റ് എല്ലാ കൂട്ടുകാരും വളരെ നല്ല നീളമുള്ളവരായി തീർന്നപ്പോൾ 4 അടി 10 ഇഞ്ചായപ്പോൾ ഇവൾ മുൻപ് ഉയരാനായിട്ട് അവളുടെ അത്രയേ ഉള്ളൂ നീളം, അവിടെ സ്റ്റോപ്പായി അവളുടെ നീളം. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നീളം വെച്ച് പോയപ്പോഴും ഈ പറയുന്ന ഗ്ലാഡിസ് ഓൾവേർഡ് വളരെ ഷോർട്ടായി തീരുകയാണ്. എന്നാൽ ഈ ഗ്ലാഡിസ് ഓൾവേർഡ് പിൻകാലങ്ങളിൽ ഒരു മിഷണറി ആയി തീരുകയാണ്. ഈ മിഷണറി ആയി തീർന്ന് ഗ്ലാഡിസ് ഓൾവേർഡിനെ വിടുന്നത്, ഈ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് വിടുന്നത് ഷാങ്ഹായിലാണ്, ഷാങ്ഹായിൽ. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അവൾ കാണുന്നതായിട്ടുള്ള ഒരു കാഴ്ച. അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച, അവിടെയുള്ള എല്ലാവർക്കും കറുത്ത മുടിയാണ്. അവിടെയുള്ളവരെല്ലാവരും അവളുടെ ഹൈറ്റിന് അത്രമേ ഉള്ളൂ. അന്ന് അവൾ തിരിഞ്ഞ് ഒന്ന് നോക്കി അവൾ പറയുകയാണ്, ലോർഡ് ഗോഡ്, യു നോ വാട്ട് യു ആർ ഡൂയിങ്. ദൈവമേ, നിനക്കറിയാമല്ലോ നീ എന്തുവാ ചെയ്യുന്നത് എന്ന്. ശരിയായിട്ടുള്ള ഒരു ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു അനർത്ഥമായിരിക്കും ഉണ്ടാകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ജ്ഞാനം ആയി കഴിയുമ്പോൾ എനിക്ക് ശരിയായ രീതിയിൽ ദൈവികമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുവാൻ തക്കോണം എനിക്കിടയായി തീരും. അപ്പോൾ 3 തരത്തിലെ നേച്ചർ നമ്മൾ നോക്കുകയുണ്ടായി. ദ പബ്ലിക് നേച്ചർ, ദ പേഴ്സണൽ നേച്ചർ, ദ പർപ്പസ്ഫുൾ നേച്ചർ. അവസാനമായിട്ട് ദ പ്രോഫിറ്റബിൾ നേച്ചർ ഓഫ് വിസ്ഡം. 10ഉം 11ഉം വാക്യം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അത് നമുക്ക് കാണാം. ഇത് നേടിയെടുത്താൽ ഭയങ്കര പ്രോഫിറ്റ് ആണ്. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഈ ജ്ഞാനത്തിന് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. This is the greatest and the most profitable thing that you can have in your life. നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ലഭിക്കാനായിട്ട് ഇല്ല എന്നുള്ള ഒരു വലിയ മനസ്സിലാക്കൽ. ഈ 8ാമത്തെ അധ്യായം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ, ഞാൻ വായിച്ചതായിട്ടുള്ള സമയത്ത് ചില വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഏതോ ഒരു ആളിനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എനിക്ക് കാണുവാനായിട്ട് സാധ്യമായി തീർന്നു. ഒരു പക്ഷെങ്കിൽ നമുക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. 7ാമത്തെ വാക്യം നോക്കുമ്പോൾ ജ്ഞാനം പറയുന്നു, ഞാൻ സത്യമേ പറയത്തുള്ളൂ, ഐ എം ദ ട്രൂത്ത്. 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ 8ാം അധ്യായത്തിന്റെ അവിടെ പറയുന്നു, ഐ വാക്ക് ഇൻ ദ വേ ഓഫ് റൈച്ചസ്നെസ്, ഞാൻ നീതിയുടെ വഴിയിൽ കൂടെ നടക്കത്തുള്ളൂ. 22ാമത്തെ വാക്യം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഐ വാസ് ഇൻ എക്സിസ്റ്റൻസ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, ഐ ഫോളോ എവറി കമാൻഡ് ഓഫ് ദ ലോർഡ്. 30ാമത്തെ വാക്യത്തിൽ ഐ ഹെൽപ് ടു ക്രിയേറ്റ് ദ വേൾഡ്. 35ാമത്തെ എന്നെ കാണുന്നവൻ ജീവനെ കൈക്കൊള്ളും, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തും എന്ന് പറയുന്ന ഭാഗം ആരെക്കുറിച്ചാണ് പറയുന്നത്? മറ്റാരെക്കുറിച്ചുമല്ല, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെങ്കിൽ ഈ ജ്ഞാനം ആരാകുന്നു? ഈ ജ്ഞാനം മറ്റാരുമല്ല, ഈ ജ്ഞാനം ക്രിസ്തു തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 30ാമത്തെ വാക്യം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധ്യമായി തീരും. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. നമുക്ക് വേണ്ടി ദൈവത്തിങ്കിൽ നിന്ന് അവൻ ജ്ഞാനവും നീതിയും ആയി തീർന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ പറയുന്ന ചോയ്സ് വളരെ പ്രധാനമാണ്.
ഈ ചോയ്സ് എടുക്കുവാൻ തക്കോണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. മറ്റേതിനേക്കാളും ക്രിസ്തു ജീവിതത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ തക്കോണം ഇടയായി തീരും. കാരണം ഈ ക്രിസ്തു ജ്ഞാനം ആയിരുന്നു. ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ത്യാന ജോൺസ് എന്ന് പറയുന്ന ഒരു പടം. പെട്ടെന്ന് ഞാൻ അതിന്റെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഇന്ത്യാന ജോൺസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ പടത്തിൻ്റെ അകത്ത് ഈ ഹെൻറി ജോൺസ് എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹത്തിന്റെ മകൻ ഇൻഡി, ഇവരൊരു ക്വസ്റ്റിലേക്ക് പോവുകയാണ്, ഒരു ഹോളി ഗ്രെയിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അവര് ഒരു കേവിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു വില്ലനുമുണ്ട്, ഇദ്ദേഹവുമുണ്ട്. എന്നാൽ ആ വില്ലൻ പറയുന്നു അവിടെ ഒത്തിരി കപ്പുകളുണ്ട്, ആ കപ്പിന്റെ അകത്താണ് ഇത് ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കപ്പിന്റെ അകത്തുനിന്ന് ഏതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിന്റെ കപ്പ്, ജീസസിന്റെ കപ്പ് എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ കയ്യിൽ ഒരു തോക്കൊക്കെ ഉണ്ട്. അവൻ പറയുന്നു, ഞാനാണ് ആദ്യം ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള സമയത്ത് അവൻ പറയുന്നു, അവൻ പോയി ഫൈൻഡ് ചെയ്തു. പക്ഷെങ്കിൽ അവൻ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതിനെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അത് അതിൻ്റെ അകത്തെ ആ വൈൻ കുടിക്കുകയാണ്. പക്ഷെ അത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ഇൻഡി പറയുന്നുണ്ട്, ഹി ചോസ് ഫുളിഷ്ലി, അവൻ ശരിയായ രീതിയിലല്ല ചെയ്തത്. ഈ കുടിക്കുന്നതിന് മുൻപേ ഈ പറയുന്നതായിട്ടുള്ള ഹെൻറി ജോൺസിനെ ഇവൻ വെടിവെക്കുകയാണ്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകന് വലിയൊരു ഉറപ്പാണ്, ഈ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള ഈ കപ്പിൽ നിന്ന് ആ വൈൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ അപ്പൻ ജീവിക്കും എന്നുള്ള ഒരു വലിയ ഒരു ഉറപ്പാണ്. അങ്ങനെ അവൻ നോക്കുകയാണ്, എല്ലായിടത്തും നോക്കി ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊന്ന് ചിന്തിച്ചപ്പോൾ ഈ ക്രിസ്തു എന്ന് പറയുന്ന ആള് ഒരു കാർപ്പന്റർ ആയിരുന്നു. അവിടെ നോക്കിയപ്പോൾ ഒരു സാധാരണയായ ഒരു തടിയുടെ ഒരു കപ്പ് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. അവൻ ആ കപ്പ് എടുക്കുകയാണ്, ആ കപ്പിൽ നിന്ന് അവൻ കുടിക്കുകയാണ്. അവിടെയാണ് അവിടെ പറയുന്നത്, യു ചോസ് വൈസ്ലി. ഇന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിന്റെയും ദൈവികമായ ഒരു ലൈൻ വളരെ വളരെ ചെറുതാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരത്തില്ല. എന്നാൽ അങ്ങനെ മനസ്സിലാകാൻ സാധ്യമായി തീരാത്തതായിട്ടുള്ള ഒരു അനുഭവത്തിൽ ഇന്ന് നമ്മുടെ മുൻപിൽ ഈ ജ്ഞാനത്തെ എടുക്കുവാനായിട്ട് ഞാൻ ഇന്ന് തയ്യാറാണോ? ഈ ജ്ഞാനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തയ്യാറാണോ എന്നുള്ളൊരു വലിയ ചോദ്യം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ജ്ഞാനത്തിന്റെ നേച്ചറാണ്. ഇറ്റ് ഈസ് എ പബ്ലിക് നേച്ചർ. ചില അച്ഛന്മാർക്കോ ചില തിരുമേനിമാർക്കോ ചില ആളുകൾക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒന്നല്ല ഈ ജ്ഞാനം. ഈ ലോകത്തിൽ ജനിച്ച് വീഴുന്ന എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ റെഡിയാണോ എന്നുള്ളൊരു വലിയ ചോദ്യം. ദർ ഈസ് എ പേഴ്സണൽ നേച്ചർ ഓഫ് വിസ്ഡം. എന്താണ് ആ പേഴ്സണൽ നേച്ചർ എന്ന് പറഞ്ഞാൽ? ചിലർ അല്പബുദ്ധികളാണ്, ചില മൂഢന്മാരാണ്. ഇന്ന് ഈ രണ്ടിൽ ഞാൻ എവിടെ പെടും എന്നുള്ള ഒരു വലിയ ചോദ്യം. ഞാൻ അല്പബുദ്ധിയാണോ? ഞാൻ മൂഢനാണോ? അല്പബുദ്ധി ആരാണ്? ഞാൻ ഇനി മൊത്തം പഠിച്ചിട്ടില്ല, ഇനി കുറെയൊക്കെയും പഠിക്കാനായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയും ബോധവും. മൂഢന്മാര് എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ളതായിട്ടുള്ള ഒരു വലിയ ചിന്തയിൽ ഇരിക്കുകയാണ്. ദ പർപ്പസ്ഫുൾ നേച്ചർ ഓഫ് വിസ്ഡം. ചില ഉദ്ദേശമുണ്ട് ഈ ജ്ഞാനത്തിന്, ചുമ്മാതെ നൽകിയിരിക്കുകയല്ല ഈ ജ്ഞാനം. ഈ ജ്ഞാനമുള്ളവരിൽ ആ പറഞ്ഞ 4 ഉദ്ദേശങ്ങളും നമുക്ക് അവരുടെ ജീവിത അനുഭവത്തിൽ കാണാനായിട്ട് സാധ്യമായി തീരും. എല്ലാത്തിലും ഉപരിയായിട്ട് പറയുന്നത് ദ പ്രോഫിറ്റബിൾ നേച്ചർ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ക്രിസ്തുവാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഇടയായി തീരട്ടെ. ലോകത്തിന്റെ ജ്ഞാനമുണ്ട്, ലോകം തരുന്ന കാഴ്ചകളുണ്ട്. എന്നാൽ അവിടെ ലോകത്തിന്റെ കാഴ്ചകളെക്കാളും കുറച്ചുകൂടെ ഉത്തമം ദൈവികമായ കാഴ്ചപ്പാടുകളും ദൈവികമായ കാഴ്ചകളുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ ജീവിപ്പാൻ ത്രിയേക ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അനൗൺസ്മെന്റ്സ് ചെയ്യുന്നതാണ്. അതിനുശേഷം MS ജോൺ ക്ലോസിംഗ് ദൈവനാമത്തിന് മഹത്വം. നമുക്ക് ഇന്നും ഇട മിഷനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ